ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ചിട്ടാണല്ലോ നമ്മൾ പല വള്ളിക്കെട്ടിലും ചെന്ന് ചാടുന്നതും അറിയാതെ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നതും. പ്രത്യേകിച്ച് ടീനേജ് അല്ലെങ്കിൽ കോളേജ് ലൈഫിലൊക്കെ അങ്ങനെ ഒത്തിരി സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പുള്ളി ഒരു MBBS സ്റ്റുഡൻറ്റിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഒരാൾ കിടക്കുകയാണ്, നടു റോട്ടിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ബ്ലഡൊക്കെ പോയി വാർന്നൊലിച്ച് ഇങ്ങനെ കിടക്കണം, ആരും സഹായിക്കുന്നില്ല. പുള്ളി ഒരു MBBS സ്റ്റുഡൻ്റ് ആയതിൻ്റെ പേരിലും ആ ഒരു ഡോക്ടേഴ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, രക്ഷിക്കണം ആരാണെന്നുള്ളത് നോക്കാതെ രക്ഷിക്കണം എന്നുള്ളത്. അങ്ങനെ പുള്ളി ഒരാളെ രക്ഷിക്കാൻ നോക്കുകയും അത് വലിയൊരു വള്ളിക്കെട്ടായി മാറി പുള്ളിയുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് ഭയങ്കര ക്രിസ്പായിട്ടുള്ള എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ, നെയിൽ ബൈറ്റിംഗ് ത്രില്ലറാണ് 2013 റിലീസായ ജിയോയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓനായും ആട്ടുകുട്ടിയും, വുൾഫ് ആൻഡ് ദ ലാംബ്. വുൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായയും ആട്ടുംകുട്ടിയുടെയാണ് കഥ. പിന്നെ പേരങ്ങനെയാണ്. അത് പേരങ്ങനെ വരാൻ കാരണം ഒരു കോൺക്രീറ്റ് ജംഗിളിൽ നമ്മൾ താമസിക്കുന്നു, ഹ്യൂമൻസ് ഉള്ള ഒരു ജംഗിളിൽ നമ്മൾ താമസിക്കുന്നു. അപ്പം അവരെങ്ങനെയൊക്കെയാണ് ഒരാളിനെ ഇങ്ങനെ ലൈഫിനെ മാറ്റുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊക്കെ ഭയങ്കര ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ക്രിസ്പായിട്ട് തന്നെ വളരെ മിനിമൽ ഡയലോഗ്സ് വെച്ചുകൊണ്ട്, വളരെ മിനിമൽ എന്താ പറയുക ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ഫുൾ നൈറ്റ് ലൈഫിൽ ഒരു മെജോറിറ്റി ഓഫ് ദ പോർഷൻ നൈറ്റിലാണ് നടക്കുന്നത്. ചെന്നൈയിൽ മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്ടർ, പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ, ഇത് മൂന്നും ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് മിസ്റ്റർ മിസ്കിൻ, വൺ ഓഫ് ദ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. ഭയങ്കര രസകരമായിട്ടുള്ള സ്റ്റോറി ടെല്ലറാണ്. മിസ്കിനും ശ്രീ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓനായും ആട്ടുംകുട്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ദ ലെജൻഡറി ഇളയരാജയാണ്. ഇതിൻ്റെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പാട്ട് പോലുമില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് കലക്കിയിരിക്കുന്ന പരിപാടിയാണ്. പ്ലസ് ഫീമെയിൽ ലീഡ്, അതായത് ഹീറോയിൻസും ഇല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ മൂവിക്ക് പുള്ളി ചെയ്യാൻ കാരണം, ഇതിന് തൊട്ട് മുമ്പേ മിസ്കിൻ ഇറക്കിയ പടം എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പം അത് വലുതായിട്ട് ഓടാതെ വന്നത് കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനും പുള്ളിയുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്തു, ബാക്കി ആരും അന്വേഷിച്ച് പോയില്ല. പുള്ളിയുടെ കഥ പുള്ളി തന്നെ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തു. ഒരു രക്ഷയുമില്ല കേട്ടോ, ഭയങ്കര രസകരമായിട്ടുള്ള മൂവിയാണ്. കുറേ കഥകൾ പറഞ്ഞു പോകുന്നത്. പിന്നെ എൻ്റെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ എൻ ക്രെഡിറ്റ്സിനകത്ത് കാണിക്കുന്ന പേരുകളെല്ലാം അവരുടെ കൂട്ടത്തിൽ ഒരു മൃഗത്തിൻ്റെ പേരും കൂടെ ചേർത്തിട്ടാണ് എൻ ക്രെഡിറ്റ്സ് കാണിക്കുന്നത്. ഷോ ഹൗ ഡാർക്ക് ആൻഡ് ഡീപ്പ് അറ്റ് ടൈംസ് ദ റൂട്ട്സ് ഓഫ് ഹ്യൂമൻസ് ക്യാൻ ബി. എങ്ങനെ അത് മാറുന്നു, മിസ്കിൻ ആരാണ്, മിസ്കിൻ എന്തുകൊണ്ടാണ് മിസ്കിൻ അവിടെ അങ്ങനെ കിടന്നത്, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ് ഓനായും ആട്ടുകുട്ടിയും. അപ്പോൾ അത് കാണാൻ മറക്കണ്ട. ഇഫ് യു ഹാവ് സീൻ ഇറ്റ്, ജസ്റ്റ് ലെറ്റ് മീ നോ അണ്ടർ ദ കമന്റ് സെക്ഷൻ. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4.6 out of 5 for this. Thanks so much.